വാർത്തയിലേക്കാണ്. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ സമവായത്തിന് സർക്കാർ പ്രതിപക്ഷവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. ബില്ല് പാസ്സായാൽ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം നിലവിലെ 543 നിന്നും ഉയർന്ന് 816 ആകും. ഇതിൽ 273 സീറ്റുകൾ വനിതാ സംവരണമായിരിക്കും. കേരളത്തിൽ 9 ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടും. നിലവിൽ 20 എന്നുള്ളത് 29 ആകും. കേരള നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 140 നിന്നും 210 ഉയരുകയും ചെയ്യും. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നീക്കം? എന്താണ് പുതിയ നിർദ്ദേശങ്ങൾ? ഇത് ഈ സമ്മേളന കാലയളവിൽ തന്നെ അവതരിപ്പിച്ച് പ്രാബല്യത്തിലാക്കുന്ന നടപടികളിലേക്ക് നീങ്ങുമോ? അക്ഷയ, വനിതാ സംവരണ ബില്ലിൽ ഇപ്പോൾ ഭേദഗതി കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2023 വനിതാ ബില്ല് പാസ്സാക്കുമ്പോൾ സംവരണം ഏർപ്പെടുത്തുന്നതിന് പറഞ്ഞിരുന്ന 2 വ്യവസ്ഥകളായിരുന്നു. ഒന്ന്, സെൻസസ് നടപടികൾ പൂർത്തിയാകണം. 2, ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം നടക്കുന്നു, അതിനുശേഷം വനിതാ സംവരണം തീരുമാനിക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു അന്ന് വ്യവസ്ഥകൾ വന്നിരുന്നത്. ആ വ്യവസ്ഥയിലാണ് ഇപ്പോൾ മാറ്റം വരുത്തുന്നത്. സെൻസസുമായി ബന്ധപ്പെടുത്തിയുള്ള ആ സംവരണ നീക്കം ഒഴിവാക്കുന്നു. അതിന് പകരം അത് ഒഴിവാക്കി 2011 നടന്ന ഏറ്റവും ഒടുവിൽ നടന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ വിഭജിക്കാനാണ് ഇപ്പോൾ തീരുമാനം. അങ്ങനെ വരികയാണെങ്കിൽ ലോക്സഭയിലെ എണ്ണം 816 ഉയരും 543 നിന്നും. വനിതാ സംവരണം ഈ 816-ൽ 273 സീറ്റുകളായിരിക്കും വനിതകൾക്ക് സംവരണം ഉണ്ടാവുക. സമാനമായ തരത്തിൽ വിധാനസഭകളിൽ അല്ലെങ്കിൽ നിയമസഭകളിൽ 50% സീറ്റുകളുടെ വർധനയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 210 ഉയരാനുള്ള സാധ്യതയാണുള്ളത്. ലോക്സഭാ സീറ്റുകൾ 9 വരെ കൂടും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അപ്പോൾ 2 നിയമങ്ങളിലാണ് ഭേദഗതി വരുന്നത്. ഒന്ന്, നാരി ശക്തി വന്ദൻ അധിനിയമത്തിൽ ഭേദഗതി വരുന്നു, അത് ഭരണഘടനാ ഭേദഗതിയാണ്. 2, ഡീലിമിറ്റേഷൻ ആക്ടിൽ ഭേദഗതി വരുത്തിയാണ് ഇപ്പോൾ ഒരു സമവായത്തിനുള്ള ഒരു നീക്കം സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പോ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ വനിതാ സംവരണം നടപ്പിലാക്കുക, അല്ലെങ്കിൽ 3/1 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്തുകൊണ്ടുള്ള ആ നടപടി നടപ്പാക്കുക ആണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഈ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളുമായി, പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായി സർക്കാർ ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ പുതിയ നിർദ്ദേശങ്ങളോട് പ്രതിപക്ഷത്തിന്റെ പിന്തുണ എങ്ങനെയാണ്? പ്രതിപക്ഷം ഏത് തലത്തിലാണ് ഈ നിർദ്ദേശങ്ങളെ നോക്കിക്കാണുന്നത്? പ്രതിപക്ഷത്തിന് ഇതിനോട് എതിർപ്പ് ഒന്നും തന്നെ ഇല്ല. പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ വേണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ 2011 സെൻസസ് എടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇതിനോടുള്ള എതിർപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പ്രതിപക്ഷത്തിനുള്ള ഏറ്റവും വലിയ എതിർപ്പ് ഈ 2027 സെൻസസ് നടപടികൾ വെച്ചാണെങ്കിൽ സീറ്റുകളുടെ എണ്ണം കുറയാനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സംശയം മാറിക്കിട്ടുന്നു. 2011 സെൻസസ് വെച്ചാണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല എന്നുള്ള തരത്തിലാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ അഭിപ്രായം എന്നാണ് അറിയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും. കോൺഗ്രസുമായുള്ള ചർച്ചയും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവരാനാണ് സർക്കാരിന്റെ ആലോചന. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകുന്നത്. ഈ ബില്ല് നടപ്പായാൽ സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ വനിതാ സംവരണം എന്നുള്ള ആവശ്യം ഉയർന്ന ആവശ്യമാണ്. സംവരണം ഉണ്ടെങ്കിൽ പോലും എത്ര സീറ്റുകളിലാണ് സ്ത്രീകൾ മത്സരിക്കുക? നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പും ഓരോ മുന്നണിയും മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും തന്നെ നോക്കിയാൽ മതിയാകും. ഏറ്റവും കൂടുതൽ സംവരണത്തിനായി വാദിക്കുന്ന CPM ഉൾപ്പെടെ എത്ര വനിതകളെ മുന്നോട്ട് നിർത്തിയിട്ടുണ്ട്? അത് സംവരണത്തിന് ഒത്ത കണക്കാണോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാവുന്നതാണ്. അതിനിടയിലാണ് ഈ സംവരണ ബില്ലുമായി, വലിയ രീതിയിൽ സംവരണ ബില്ലുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം കേന്ദ്രം നടത്തുന്നത്. ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു.